ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഏറ്റവും കുറവ് ദരിദ്ര വിഭാഗങ്ങളുള്ളത് കേരളത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ വന്യമൃഗശല്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ ഒഴിവാക്കണമെന്ന പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. രണ്ടുപേരെ വെറുതെ വിട്ടത് റദ്ദാക്കി. സംസ്ഥാനത്ത് പകൽച്ചൂട് വർദ്ധിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പരാതിയിൽ അന്വേഷണം ഊർജിതം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശ് സന്ദർശനം ആരംഭിച്ചു. രാവിലെ സംഭാൽ ജില്ലയിലെ ശ്രീ കൽക്കിധാം ക്ഷേത്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടുകയും ക്ഷേത്ര മാതൃക അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. സംസ്ഥാനത്ത് 10 ലക്ഷം കോടി രൂപയുടെ 14,000 വികസന പദ്ധതികൾ ഇന്നുച്ചയ്ക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് ഏറ്റവും കുറവ് ദരിദ്ര വിഭാഗമുള്ളത് കേരളത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ ദിനാഘോഷം 2024 സമാപന സമ്മേളനം കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട് രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വിവിധ മേഖലകളിൽ നേടിയ നേട്ടമുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ മേഖല, ഇങ്ങനെ വിവിധ മേഖലകളിൽ കേരളം നേടിയ നേട്ടങ്ങളുണ്ട്. ഈ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിനുള്ള വിഹിതം വെട്ടിക്കുറക്കുന്ന അവസ്ഥ വരുന്നു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് പടമല പനച്ചിയിൽ അജീഷിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാവിലെ അജീഷിന്റെ വീട്ടിലെത്തിയ ഗവർണർ ബന്ധുക്കളുമായി സംസാരിച്ചു. വയനാട്ടിലെ വന്യമൃഗശല്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും നിലവിലെ വനം നിയമങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമെന്നും ഗവർണർ കുടുംബത്തെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ വീട്ടിലും കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് കിടപ്പിലായ ശരത്തിനെയും ഗവർണർ സന്ദർശിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വെറുതെ വിടണം എന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി തള്ളി. വിചാരണ കോടതി പ്രതികൾക്ക് നൽകിയ ശിക്ഷ ശരിവച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കേസിലെ പ്രതികളായ KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. CPM നേതാവായ P മോഹനനെ വെറുതെ വിട്ട നടപടി കോടതി ശരിവച്ചു. എല്ലാ പ്രതികളും ഈ മാസം 26-ന് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിചാരണ കോടതി ശിക്ഷാവിധിക്കെതിരെ 11 പ്രതികൾ നൽകിയ അപ്പീലും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ അപ്പീലും ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ നൽകിയ അപ്പീലുമാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. സംസ്ഥാനത്ത് കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പകൽ 11 മണി മുതൽ 3 വരെ പ്രത്യേക ജാഗ്രത പാലിക്കണം. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത 1 വർഷം കൊണ്ട് പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സംസ്ഥാന ക്ഷീരസംഗമം പടവ് 2024ന്റെ ഭാഗമായുള്ള ഡയറി എക്സ്പോ ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സുരക്ഷിതമല്ലാത്ത കാലിത്തീറ്റ വിതരണം ചെയ്യുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലും ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങളിലും AI സാങ്കേതിക വിദ്യകൾ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിലെ കുട്ടികൾക്കുള്ള ജില്ലാ ക്യാമ്പിന്റെ സമാപന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുട്ടികൾക്കുള്ള ആക്ടിവിറ്റി ബുക്കുകളും മന്ത്രി പ്രകാശനം ചെയ്തു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 37ാമത് ബിരുദദാന ചടങ്ങ് നാളെ രാവിലെ ഡൽഹിയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് മുട്ടത്തറയിലുള്ള ഇഗ്നോ മേഖലാ കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യ അതിഥിയാകും. പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തിരുവനന്തപുരത്ത് ബീഹാർ സ്വദേശിയായ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. പേട്ടയിൽ രാത്രി 1 മണിയോടെയാണ് സംഭവം. നാടോടി ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയത്. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങുകയായിരുന്നു കുട്ടിയെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചു. മീനമാസ പൂജകൾക്കായി മാർച്ച് 13-ന് നട തുറക്കും. 15-ന് ശബരിമലയിൽ ഉത്സവം ആരംഭിക്കും. 16-നാണ് കൊടിയേറ്റ്. പൈങ്കുനി ഉത്രദിനമായ 25-ന് പമ്പയിൽ ആറാട്ട് നടക്കും. തുടർന്ന് തിരിച്ചെഴുന്നള്ളത്ത് സന്നിധാനത്തെത്തി കൊടിയിറങ്ങുന്നതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ 7:30 പൊന്നാന ദർശിക്കാൻ ഭക്തജനത്തിരക്ക്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഏറ്റുമാനൂരപ്പന് സമർപ്പിച്ച വിസ്മയ ശില്പങ്ങളായ 7:30 പൊന്നാന ഉത്സവ സമയത്തു മാത്രമാണ് പുറത്തെടുക്കുന്നത്. 7 വലിയ ആനകളും വാമനൻ എന്ന ചെറിയ ആനയും ചേർന്നാണ് 7:30 പൊന്നാനയാകുന്നത്. 7:30 പൊന്നാനയെ സമർപ്പിച്ചതിന്റെ രേഖകൾ സംസ്ഥാന പുരാവസ്തു വകുപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കുത്തിയോട്ട വ്രതാചരണം ആരംഭിച്ചു. 606 കുട്ടികളാണ് ഇത്തവണ കുത്തിയോട്ടത്തിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പമ്പ നദീ തീരത്ത് ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഗമങ്ങളിലൊന്നായ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 129ാമത് മാരാമൺ കൺവെൻഷന് ഇന്നലെ സമാപനമായി. ആരെയും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും വ്യക്തികളോ സമൂഹമോ ആയി ആരെയും ഒറ്റപ്പെടുത്താനുള്ള അവകാശം നമുക്കില്ലെന്നും കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകി ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞു. NDA ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും 23-ന് മലപ്പുറത്തും പര്യടനം നടത്തും. വൈകിട്ട് കുറ്റിപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര നടക്കാവിൽ സമാപിക്കും. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന പദയാത്ര കിഴക്കേതലയിൽ നിന്ന് ആരംഭിച്ച് കൂട്ടിലങ്ങാടിയിൽ സമാപിക്കും. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ നേരിടും. ഇന്നലെ നടന്ന വനിതാ ടീം മത്സരത്തിൽ ഇന്ത്യ അമേരിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഐ-ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഇന്ന് ഡൽഹി FCയെ നേരിടും. പഞ്ചാബിലെ നാംധാരി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മുതലാണ് മത്സരം. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരളത്തിലെ സൌജന്യ വൈഫൈ ക്യാമ്പസാകുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നവകേരള കാഴ്ചപ്പാടുകളുടെ 2ാം ഭാഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യുവജനങ്ങളുമായി സംവദിക്കും. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെ സജീവമായി നിലനിർത്താനും പുത്തനാശയങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഈ ആശയ സംവാദം ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പശ്ചിമ തീര കനാൽ വികസനത്തിനായി 325 കോടി രൂപ ചെലവിട്ട് നടത്തുന്ന വിവിധ പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകുന്നേരം തിരുവനന്തപുരം കരിക്കകത്ത് ഉദ്ഘാടനം ചെയ്യും. കരിക്കകം സ്റ്റീൽ ലിഫ്റ്റിംഗ് ബ്രിഡ്ജ്, വടകര മാഹി കനാലിന് കുറുകെ നിർമ്മിച്ച വെങ്ങോളി പാലം, കഠിനംകുളം വർക്കല റീച്ചിനടിയിൽ നിർമ്മിച്ച 4 ബോട്ട് ജെട്ടികൾ എന്നിവയുടെ പ്രവർത്തനോദ്ഘാടനവും വിവിധയിടങ്ങളിലെ കനാൽ ഡ്രഡ്ജിംഗ് ജോലികൾ, കനാൽ തീര സൌന്ദര്യവൽക്കരണം തുടങ്ങിയവയ്ക്കും തുടക്കമിടും. 247 കോടി രൂപ ചെലവിട്ട് നടപ്പിലാക്കി വരുന്ന വർക്കല, കഠിനംകുളം, തിരുവനന്തപുരം മേഖലകളിലെ പുനരധിവാസ പദ്ധതിയുടെ അടുത്ത ഘട്ടവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം കമലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. വിദ്യാർത്ഥികൾക്ക് അഭിരുചിയും വൈദഗ്ധ്യത്തിനും തൊഴിൽ മേഖലകൾ തെരഞ്ഞെടുക്കാനും ലക്ഷ്യമിട്ട് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് ഇത്. കൊല്ലം ജില്ലയിലെ കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 26-ന് രാവിലെ പ്രധാനമന്ത്രി ഓൺലൈനിലൂടെ നിർവഹിക്കും. രാജ്യത്തെ വിവിധ റെയിൽവേ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടിയെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഏറ്റവും കുറവ് ദരിദ്ര വിഭാഗങ്ങളുള്ളത് കേരളത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ വന്യമൃഗശല്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ ഒഴിവാക്കണമെന്ന പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി 2 പേരെ വെറുതെ വിട്ടത് റദ്ദാക്കി. സംസ്ഥാനത്ത് പകൽച്ചൂട് വർദ്ധിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പരാതിയിൽ അന്വേഷണം ഊർജിതം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.